കല്യാണത്തിന് ശേഷം അമേരിക്കയിലായിരുന്നു ഞങ്ങൾ. ഇച്ചായൻ്റെ ഒരു ഫ്രണ്ട് വഴി പരിചയപ്പെട്ട ചിലരുമായി എന്തോ ബിസിനസ് ഡീലിന് വേണ്ടി ഇച്ചായൻ്റെ കൂടെ ഞാനും പോയി ഉറുഗ്വയിലേക്ക്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവർക്കെന്തോ കള്ളക്കടത്ത് നടത്താൻ വേണ്ടി ഇച്ചായനെ മറയാക്കുകയായിരുന്നെന്ന്. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതിരിക്കുമ്പോഴാണ് മറ്റൊരു സുഹൃത്ത് വഴി ഇച്ചായൻ പീറ്ററിനെ വിളിക്കുന്നത്. ഞങ്ങളുടെ അവസ്ഥയിൽ സഹതാപം തോന്നി അദ്ദേഹം ആരും അറിയാതെ രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രെഡിയുടെ ഒരു റഗ്ബി ടീം പിറ്റേ ദിവസം കുറച്ചു പേരുമായി ചിലിയിലേക്ക് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ആരും അറിയാതെ ഞങ്ങളെയും കൊണ്ടുപോകാൻ മകനോട് അദ്ദേഹം ഏർപ്പാട് ചെയ്തു. അങ്ങനെ 1972 ഒക്ടോബർ 13 കരാസ്കോ എയർപോർട്ടിൽ നിന്നും വേറെ 40 പേരോടൊപ്പം ഞങ്ങളും ചിലിയിലേക്ക് ഫ്ലൈറ്റ് കയറി. മോശം കാലാവസ്ഥയോ ഞങ്ങളുടെ കഷ്ടകാലമോ, ആൻഡസ് പർവ്വതത്തിന് മുകളിൽ ഞങ്ങളുടെ വിമാനം ഇടിച്ചിറങ്ങി. വീഴ്ചയിൽ പരിക്കുകളോടെയോ അല്ലാതെയോ ഞങ്ങൾ 36 പേർ രക്ഷപ്പെട്ടു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും സഹായിക്കാൻ വന്നില്ല. പരിക്കും തണുപ്പും മൂലം ഓരോരുത്തരായി പിന്നെയും മരിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞങ്ങൾ 18 പേർ ബാക്കിയായി. ഭക്ഷണം കിട്ടാതെ എല്ലാവരും മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. മരിച്ചുപോയ കൂടെയുള്ളവരുടെ ശരീരം ഭക്ഷണമാക്കാൻ തീരുമാനിച്ചു.